ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ NOS 10th സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇക്വേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. സോ ഈസി ആയിട്ട് ഈ ഒരു കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അത് നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം അല്ലേ. അപ്പൊ ഞാനിവിടെ ആദ്യം ഒരു സർക്കുലർ സിലിണ്ടർ, അതായത് ഒരു വൃത്തസ്തംഭവും അതുപോലെ തന്നെ ഇതെന്താണ് ഒരു സർക്കുലർ കോണാണ്, വൃത്തസ്തൂപിക. അപ്പൊ ഇത് രണ്ടും ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. സോ ഇത് രണ്ടിന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ഈ ഒരു സർക്കുലർ സിലിണ്ടറിന്റെ ഇക്വേഷൻസ് പഠിക്കാം. അതായത് ഈ ഒരു സർക്കുലർ സിലിണ്ടറിന് എന്താണ് അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ, അതായത് ഈ ഒരു കർവ്ഡ് പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ അതിന്റെ ഏരിയ, അതുപോലെ തന്നെ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, അതായത് ഈ കർവ്ഡ്, പിന്നെ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. അപ്പൊ ഈ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയയും പിന്നെ ഇതിന്റെ മൊത്തത്തിൽ അതിന്റെ വ്യാപ്തം, അതായത് വോളിയം, ഈ കാര്യമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സർക്കുലർ കോൺ എടുത്താൽ ഇതിനൊരു കർവ്ഡ് പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിന്റെ കർവ്ഡ് പോർഷൻ ആണ്, അതായത് വക്രതലം. അപ്പൊ ആ ഒരു വക്രതലത്തിന്റെ പരപ്പളവ് അതും, അതുപോലെ തന്നെ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, കൂടാതെ അതിന്റെ വോളിയം കൂടിയാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു സ്തംഭം നോക്കുമ്പോ ഇതിന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാല് ഇതായിരിക്കും ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h. അതുപോലെ തന്നെ ഇതായിരിക്കും ഒരു സർക്കിളിന്റെ റേഡിയസ് r എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു കോണില്ലേ, അപ്പൊ ഈ കോണിനും ഹൈറ്റ് ഉണ്ട്, ഇതാണ് ഈ h എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇതാണ് അതിന്റെ r, അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് r. പിന്നെ ഈ ഒരു ചരിഞ്ഞ ഒരു വശം ഉണ്ടാവുമല്ലോ, അതാണ് അതിന്റെ സ്ലാന്റ് ഹൈറ്റ് L എന്ന് പറയുന്നത്. സോ ഇത്രയും സാധനങ്ങൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇന്നൊരു ഇക്വേഷൻസ് ഏതൊക്കെയാന്ന് പഠിക്കാം. സോ ആദ്യം സ്തംഭം എടുക്കാം. അപ്പൊ സ്തംഭത്തിന്റെ വക്രതല പരപ്പളവ് നമുക്ക് നോക്കണം, അതായത് കർവ്ഡ് സർഫസ് ഏരിയ. CSA എന്നാണ് നമ്മൾ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്, CSA ഓഫ് സിലിണ്ടർ, കർവ്ഡ് സർഫസ് ഏരിയ, അല്ലെങ്കിൽ വക്രതല പരപ്പളവ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് 2πRh ആയിരിക്കും. 2πRh ആയിരിക്കും അതിന്റെ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, അതായത് അതിന്റെ മുഴുവനായിട്ടുള്ളതും, അതായത് ഈ കർവ്ഡ് പോർഷൻസും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് സർക്കിൾ ഉണ്ട്, അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. സോ TSA ഓഫ് സിലിണ്ടർ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പൊ CSA എന്ന് പറയുമ്പോൾ 2πR ആണ് സർക്കിളിന്റെ ഏരിയ എന്ന് നമുക്കറിയാം, സർഫസ് ഏരിയ. സോ ആ 2πR ഇൻറ്റു R പ്ലസ് H ആയിരിക്കും എന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, 2πR ഇൻറ്റു R പ്ലസ് H. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അതിന്റെ വോളിയം, അതായത് വ്യാപ്തം എന്താന്നാണ്. അതായത് ഒരു വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയായിരിക്കും? πr² h ആയിരിക്കും. ഈ ഒരു 3 ഇക്വേഷൻസ് നമുക്ക് കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ്. അപ്പൊ അതെങ്ങനെയാ വന്നത്, h എന്താണ്, r എന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോണിന്റെ നോക്കാം, അതായത് വൃത്തസ്തൂപിക. അപ്പൊ വൃത്തസ്തൂപികയുടെ കർവ്ഡ് സർഫസ് ഏരിയ, CSA ഓഫ് സർക്കുലർ കോൺ എന്നാണ് ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അതിന്റെ CSA എന്താന്ന് നമുക്ക് നോക്കാം. അതിന്റെ CSA എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? πRL ആയിരിക്കും. πRL. R എന്താണ്? അതിന്റെ റേഡിയസ് ആണ്. L എന്താണ്? സ്ലാന്റ് ഹൈറ്റ് ആണ്. പൈ എന്ന് പറയുന്നത് 3.14 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് അതിന്റെ TSA, അതായത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോൺ കണ്ടുപിടിക്കണം. ഈ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോൺ എപ്പോഴും എന്തായിരിക്കും? അതിന്റെ πR ഇൻറ്റു L പ്ലസ് R ആയിരിക്കും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഈ കോണിന്റെ കണ്ടുപിടിക്കാനുള്ളത് അതിന്റെ വോളിയാണ്, അതായത് വ്യാപ്തം. സോ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയായിരിക്കും നമുക്ക് നോക്കാം. അതായത് അതിനൊരു കണക്ഷൻ ഉണ്ട്, ഈ വൃത്തസ്തംഭവും ഈ വൃത്തസ്തൂപികയായിട്ട് അതിന്റെ വോളിയത്തിൽ കണക്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു സ്തൂപിക ഉപയോഗിച്ച് നമ്മൾ ഈ സ്തംഭം ഫില്ല് ചെയ്താൽ, എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ട്, അതായത് ഈ സ്തംഭത്തില് ഈ സ്തൂപിക കൊണ്ട് 3 പ്രാവശ്യം നമ്മൾ ഫില്ല് ചെയ്താലാണ് ഈ ഒരു സ്തംഭം നിറയുന്നത്. അതായത് ഇതിന്റെ വോളിയത്തിന്റെ 1/3 ടൈംസ് ആയിരിക്കും ഈ ഒരു സ്തൂപികയുടെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മാത്തമാറ്റിക്കൽ ടേംസിൽ അത് എഴുതിയാൽ അത് എങ്ങനെ വരും? 1/3 ടൈംസ് അല്ല, അതായത് 1/3 ഇൻറ്റു πr²h. ഈ ഒരു സ്തംഭത്തിന്റെ വോളിയാണ് πr²h, അതിന്റെ 1/3 ടൈം ആയിരിക്കും ഈ സ്തൂപികയുടെ വോളിയം എന്ന് പറയുന്നത്.
സോ നമ്മൾ ഇന്നൊരു 6 ഇക്വേഷൻസ് പഠിച്ചല്ലേ. അപ്പൊ ഈ 6 ഇക്വേഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് എല്ലാവരും നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.